നിങ്ങൾ എത്ര മണിക്ക് തിരിച്ചു പാലേന്ന്? സാറ് ഫോൺ വിളിച്ച് താഴെ വെച്ചു, അപ്പം ഞങ്ങൾ ഇറങ്ങി. എന്താ സാറേ, എന്നതാ പ്രശ്നം? ഇരിക്കെ. കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഞാൻ മന്ത്രിയായിരുന്ന കാലത്താണ് ചുങ്കത്തൊട്ടി അണക്കെട്ടിന്റെ പണി നടന്നത്. ഞാനും കോൺട്രാക്ടറും ചേർന്ന് ചിലർ അഴിമതി നടത്തിയെന്നൊരു കുശുകുശുപ്പുണ്ടായിരുന്നു അന്നേ നിയമസഭയിലും പത്രക്കാർക്കിടയിലും. ഇപ്പോ പ്രതിപക്ഷക്കാരത് കുത്തിപ്പൊക്കി കോടതിയിൽ എത്തിച്ചിരിക്കുക. കേസ് മിക്കവാറും ഫയലിൽ സ്വീകരിക്കുമെന്ന നമ്മുടെ വക്കീൽ പറയുന്നത്. അങ്ങനെ വന്നാൽ നമുക്കെതിരെ സാക്ഷി പറയാൻ 2 പേര് തയ്യാറായി നിൽപ്പുണ്ട്. അന്ന് അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായിരുന്ന 2 പേര്. ഒന്നൊരു ഗോപാലൻ നായർ, പാലക്കാട്ടുകാരൻ. അയാളെ നമ്മുടെ പിള്ളേർ പിടിച്ചു കഴിഞ്ഞു. പിന്നുള്ള ആളിനെ നിങ്ങൾ അറിയും. ജിമ്മിച്ചൻ കെട്ടാൻ ഉറച്ചിരിക്കുന്ന പെണ്ണിന്റെ അപ്പൻ മത്തായി സാർ. മത്തായി സാറോ? ആ, മത്തായി സാറ് പിരിഞ്ഞത് ഈ ഡാം സൈറ്റിൽ നിന്ന്. കാര്യങ്ങൾ ഈ വഴിക്ക് വരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് ആ കല്യാണാലോചനയ്ക്ക് ഞാൻ കൊച്ചൗസപ്പിനെ ചട്ടം കെട്ടിയത്. എന്നടാ ജിമ്മി, ഞാൻ കാണിച്ചത് വകതിരിവുകേടായി പോയെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നമ്മൾ രാഷ്ട്രീയക്കാർ എന്നാത്തിന് ഇറങ്ങി തിരിച്ചാലും ഭാവി കാര്യങ്ങളിൽ ഒരു കണ്ണ് കാണും. അതാ രാഷ്ട്രീയം. ഇപ്പോ ഈ മനസ്സ് ചോദ്യം കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ജിമ്മി പറഞ്ഞാൽ പുള്ളിക്കാരൻ കേൾക്കും. മത്തായി സാറിനെ കൂടി നമ്മൾ കയ്യിലെടുത്താൽ പിന്നെ നമുക്ക് ഈ കേസിൽ തടിതപ്പാം. ഇല്ലെങ്കിൽ ഞാൻ രാജിവെച്ച് ഇറങ്ങേണ്ടി വരും. വരാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ ഏറ്റുമാനൂരിൽ അത് നിന്നെയും ബാധിക്കും. നിന്നോട് പറയാണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങ് നടത്തിക്കൂട്ടിയത് നീ എന്റെ സ്വന്തം ചെറുക്കനായതുകൊണ്ടാ കേട്ടോ. കോര സാറിനോട് അലോഹ്യൊന്നും തോന്നരുത്. എന്നാ സാറിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമില്ല. ജിമ്മി, ഒരു കാര്യം ചെയ്യേ. വീട്ടിൽ ചെന്ന് ദേവസ്യം കൂടി വിളിച്ച് തൊമ്മിച്ചിന്റെ ഒപ്പം ഒന്ന് വിട്. കൂടെ കൊച്ചൗസേപ്പും കാണും. അവര് പോയി പുള്ളിക്കാരനോട് ഈ കാര്യം സംസാരിക്കട്ടെ. അങ്ങേരെ അടുക്കുന്നില്ലെങ്കിൽ വേറെ വഴി നോക്കാം. മത്തായി സാർ അങ്ങനെ അത്തരത്തിലൊരാളാണെന്ന് തോന്നുന്നില്ല. മദ്യവർജന സമിതി അംഗം, ഗാന്ധിയൻ എന്നൊക്കെ പറയുമ്പോ മകളുടെ ഭർത്താവാകാൻ പോകുന്ന കൊച്ചന്റെ അമ്മാച്ചൻ ചെന്നൊരു കാര്യം പറഞ്ഞ കേൾക്കാതിരിക്കുവോ? അതും യാതൊരു മുടക്കുമുതലും ഇല്ലാത്തൊരു ഉപകാരം. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലേ. ആരും അറിയരുത്, രഹസ്യമായിരിക്കണം. ഹലോ, മിനിസ്റ്റർ ഹിയർ. ആ ആ ആ അലിസ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നു നോക്കിയേ. മതിയായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലിട്ടതേ ഉള്ളൂ. 100 ആയുസാ. അതെ, ഞാനൊന്നിരിക്കട്ടെ. കാര്യം മത്തായി സാറേ, പെണ്ണിനെ വേണ്ടപ്പെട്ടവരൊക്കെ കണ്ട് ബോധിച്ചെങ്കിലും തറവാട്ടിലെ തലമൂത്ത കാർന്നവന്മാരും ഒന്ന് കാണണ്ടായോ? അതൊക്കെ എന്റെ ഒരു നിഷ്ഠ. ഇത് ജിമ്മിയുടെ അമ്മാശൻ ദേവസ്യ. പെണ്ണ് കാണൽ ചടങ്ങിനൊന്ന് വരാൻ പറ്റിയില്ല. തുരിശടിയായിരുന്നു എസ്റ്റേറ്റിൽ, ഇല്ലയോ? അതെ. ചേട്ടത്തിയേ, അങ്ങോട്ട് കൊടുക്കുമോളെ. അല്ല, മോളൂടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി കൊല്ലത്ത് ഹോസ്റ്റലിലായിരിക്കും. കൊല്ലത്തല്ല, കോട്ടയത്ത്. അവൾ ഇന്നലെ വന്നതാ. ശനിയും ഞായറും സൗകര്യപ്പെട്ട അവളിക്ക് പോരും. ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുക. 12:30 ട്രെയിൻ ഉണ്ട്. സമയമായി. എന്നാ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. പണിക്കായിട്ട് ഒരു കൊച്ചു വരുന്നതിനെ 2 ദിവസമായിട്ട് കാണുന്നില്ല. നിങ്ങള് ഇവിടുത്തെ ആളിനെ പോലെ പച്ചക്കറി പ്രകൃതി ചികിത്സയൊന്നും അല്ലല്ലോ. അയ്യോ, പച്ചക്കറി മതി. 2-3 മാസക്കാലമായി ഞാൻ ആലോചിക്കുക പ്രകൃതി ചികിത്സയിലേക്ക് തിരിഞ്ഞാലോ എന്ന്. പ്രകൃതിയുടെ മൂലകങ്ങൾ. ചേട്ടത്തി ഞങ്ങൾക്കായിട്ട് ഒന്നും ഒരുക്കണ്ട. പോയിട്ട് ഒരല്പം തിരക്കുണ്ട്. അതെ, വിരുന്ന് കൊള്ളാൻ ഇനി ഈ സമയം സൗകര്യമൊക്കെ ഉണ്ടല്ലോ. എപ്പോ വേണേലും ആകാമല്ലോ, അല്ലേ മത്തായി സാറ്? ഞങ്ങള് മത്തായി സാറിനെ കണ്ട് അത്യാവശ്യക്കാരെ സംസാരിക്കാനാ വന്നത്. എന്താ എന്താ തോന്നിച്ച? അത് പിന്നെ മത്തായി സാറേ, നമ്മുടെ മരുമോനാകാൻ പോകുന്ന ജിമ്മിക്കും ഈ തൊമ്മിച്ചിനൊക്കെ കുറേശ്ശെ രാഷ്ട്രീയ പ്രവർത്തനമുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അവർക്ക് അതിലൂടെ പിണഞ്ഞ ഒരു തട്ടുകേട് സാറൊന്ന് മനസ്സ് വെച്ചാ ഒരു കിട്ടും. എന്ന് വെച്ചാ ഞങ്ങളിപ്പോ കോരസാർ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കോര സാറെന്ന് പറയുമ്പോ ഓ KC കോര മന്ത്രി. ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ചുങ്കത്തൊട്ടി അണക്കെട്ടിന്റെ കാര്യം. അതിന് ഇത്ര ചുറ്റി വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ? കാര്യം പറഞ്ഞാ പോരെ. ഞാനിപ്പോ എന്നതാ ചെയ്യേണ്ടത്? കൊച്ചൗസേപ്പ് ഇപ്പൊ പറ. സാറാന്നല്ലോ കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാൾ. അതെ. മറ്റേ പുള്ളിക്കാരനെ ഞങ്ങളുടെ ആൾക്കാർ പോയി കണ്ടു. പാലക്കാടുകാരൻ ഒരു നായർ. അയാള് കോടതിയിൽ നമുക്ക് അനുകൂലമായിട്ടേ പറയുന്നു സമ്മതിച്ചു. സാറും കൂടി കള്ളസാക്ഷി പറഞ്ഞ് കോരസാറി കേസിന്ന് തടിയൂരും. അതെ, കൊച്ചൗസേപ്പ് ഇപ്പൊ പറഞ്ഞ ആ പാലക്കാട്ടുകാരൻ നായരെ പോലെ നിങ്ങളുടെ ഞാനും കൂടി നിൽക്കട്ടെ. എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവും ഇക്കാര്യത്തിൽ?
നിങ്ങൾ എനിക്ക് എന്ത് തരും? സാറ് പറയുന്ന അതിന്റെ തുക. കോര സാറിന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാ കൂടെ നിൽക്കുന്നവർക്ക് കൊണ്ട് പ്രാണം പോലും കൊടുക്കുന്ന മനസ്സാ അതിയേണ്ടത്. എന്നാ പിന്നെ ഞാനായിട്ട് തുകയൊന്നും പറയുന്നില്ല. കോരസാറ് പറയുന്ന എത്രയാന്ന് വെച്ചാൽ അത്. ഇക്കാര്യങ്ങളൊക്കെ ജിമ്മിക്കും ബാധകമാണല്ലോ. അപ്പൊ പിന്നെ ഇനി ജിമ്മിയുമായിട്ടാകാം ഇടപാടുകളൊക്കെ. ആയിക്കോട്ടെ. കാശുമായിട്ട് നാളെയോ മറ്റന്നാളോ ജിമ്മിച്ചനെ ഇങ്ങോട്ട് വിട്ടാ മതി. വരുന്ന ഇവരെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം. അല്ല, ഞാൻ കോരസാറിനെ അങ്ങോട്ടൊന്ന് കാണണമെങ്കിൽ അങ്ങനെയാവാം. അയ്യോ, അതേതായാലും വേണ്ട. സർവീസ് ചെയ്യുന്ന പിരിഞ്ഞ് നക്ഷത്രം ഒണ്ടിയിരിക്കുന്ന സമയത്ത് കൈ കുറച്ച് കാശ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലയോ? പോരാത്തതിന് മോടെ കല്യാണം ആടയാഭരണാദികളോടുകൂടി ആർഭാടമായി ആഡംബരമായിട്ട് നടത്താം. ചെന്ന ഉടനെ ജിമ്മിച്ചനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ഞങ്ങൾ ഇറങ്ങുവാന്നേ. മോളെ, ജോലിയിലിരുന്ന കാലത്ത് ഒരാളുടെ കയ്യിൽ നിന്നും 5 പൈസ പോലും കൈക്കൂലി വാങ്ങാതെ ആ ചാച്ചൻ പിരിഞ്ഞത്. ഒരഴിമതിക്കും കൂട്ടു നിന്നിട്ടുമില്ല. ആലോചിച്ചുറപ്പിച്ച് ഈ കല്യാണം നടക്കാണ്ടിരുന്നാൽ മോള് ദുഃഖിക്കരുത്. മോളെ, അവരീ ബന്ധത്തിന് മനസ്സ് വെച്ചത് നിന്നെയോ എന്നെയോ കണ്ടിട്ടല്ല, കോരസാറ് നടത്തിയ അഴിമതിക്കഥ തേച്ചുമാച്ച് കളയാനുള്ളൊരു മാർഗമായിട്ടാ. ജിമ്മി ആറ്റിപ്രാക്കത്തങ്കച്ചന്റെ മോനാന്ന് പറഞ്ഞപ്പോ ഞാൻ ഏറെ സന്തോഷിച്ചു. ഞാനും നിന്റെ അമ്മയും ഒരു മകന്റെ സ്നേഹം കൊടുത്തു വളർത്തിയത് അവനെ. അവൻ എന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള അച്ചാര മുതലായിട്ടാ നിന്നെ കണ്ടിരിക്കുന്നത്. കൊച്ചൗസേപ്പി കല്യാണാലോചനയായിട്ട് വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പക്ഷേ അത് അവനാന്ന് പറഞ്ഞപ്പോ, ദൈവഭയത്തോടെ ജീവിച്ച ഒരു ഒന്നാം തരം കത്തോലിക്കനായിരുന്നു തങ്കച്ചൻ. അമ്മാച്ചനെയും സിൽബന്ധികളെയും പറഞ്ഞു വിട്ടിട്ട് അവൻ പിന്നി നിൽക്കുകയായിരുന്നു. വരട്ടെ, അവനും വരട്ടെ മുമ്പില്. വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ അതും വേണ്ട. അതിന്റെ പേരില് വെറുതെ സംസാരിക്കാനും പറയാനും പോവാതിരുന്നാ മതി. ആലിസേ, 13ാമത്തെ വയസ്സിൽ ഞാൻ ഈ കഥലിട്ട് തുടങ്ങിയതാ. സത്യത്തിനും നീതിക്കും നിരക്കാത്തത് എവിടെ കണ്ടാലും എതിർത്തിട്ടുമുണ്ട്. എനിക്ക് അവന്റെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയണം, എന്നാലേ ഉറക്കം വരൂ. ഈ നാറിയ അഴിമതിക്കട മൂടി വെക്കാനായിരുന്നോ എന്റെ മോക്കി കല്യാണാലോചനയായിട്ട് വന്നത് എന്നെനിക്കറിയണം. അവനെ കുറിച്ച് പലതും ഞാൻ കേട്ടു. ഒക്കെ ചോരത്തിളപ്പിന്റെ എടുത്തിയാട്ടമാണെന്ന് സമാധാനിക്കായിരുന്നു. പക്ഷെ ഇത് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. മോൾ എന്ത് പറയുന്നു? ചാച്ചനെടുക്കുന്ന നിലപാട് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. മനസ്സിൽ എഴുതി വെച്ച ചിത്രം മായ്ച്ചു കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. പക്ഷേ എന്റെ മോള് ചാച്ചന് വേണ്ടി അത് ചെയ്യണം. നാളിതുവരെ ശുദ്ധമാക്കി വെച്ചിരുന്ന ഈ കയ്യെ മരണം വരെ അങ്ങനെ തന്നെ സൂക്ഷിക്കണം എന്നൊരു മോഹമുണ്ട്.